അങ്ങനെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ വെറും അടിപൊളിയല്ല, അടിപൊളി അടാർക്കൊല മാസ് പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. എന്താ പറയുന്നത്, നമ്മൾ നേരെ പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പ്രൊമോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അവർണിക രേഖകളെല്ലാം, അതായത് രാധികാമ്മയ്ക്കെതിരെയുള്ള രേഖകളെല്ലാം നമ്മുടെ ഗീതുവിനെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ഗീതു അത് എല്ലാം നമ്മുടെ ഗോവിന്ദിനെ കാണിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദിൻ്റെ മനസ്സിൽ മഞ്ഞുമല ഉരുവുകയാണ്. നമ്മുടെ വിജയലക്ഷ്മിയോടുള്ള സ്നേഹം നമ്മുടെ ഗോവിന്ദിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കൂടുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു നമ്മുടെ വിജയലക്ഷ്മിയെയും കൂട്ടി ചെമ്പകശ്ശേരിയിലേക്ക് ചെല്ലുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവള് ശരിക്കും പറയുകയാണെങ്കിൽ പലപ്പോഴും ഇവള് ചെറിയൊരു കുട്ടിയാണെങ്കിലും, ഗീതുവിനെ പറ്റിയാണേ, ഇവളൊരു ചെറിയ കുട്ടിയാണെങ്കിലും പലപ്പോഴും ഇവള് പെരുമാറുന്ന രീതി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും എനിക്ക് പോലും ഇതേക്കുറിച്ച് ഇവള് ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കാൻ എന്നെക്കൊണ്ട് പോലും പറ്റുന്നില്ല. ശരിക്കും ഇവളെൻ്റെ ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഗോവിന്ദ് ചിന്തിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദും വിജയലക്ഷ്മിയും തമ്മിൽ നമ്മുടെ ഗീതു ഒന്നിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ വിജയലക്ഷ്മിക്ക് അറിയില്ല. അങ്ങനെ വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ്. മോളെ, നീയാണ് എൻ്റെ ഭാഗ്യം. ശരിക്കും നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മകളെയും എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നീ നമ്മുടെ ഇടയിലേക്ക് വന്നത് കാരണമാണ് ഇതൊക്കെ നടന്നത്. അതിന് കാരണം ഞാൻ പൂജിക്കുന്ന എൻ്റെ പൂജാമുറിയിലെ എൻ്റെ ദൈവങ്ങളാണ് നിന്നെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുതന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിനോട് ഒരുപാട് നന്ദികളൊക്കെ അറിയിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അങ്ങനെ ഗീതു പറയണ, അമ്മ എനിക്ക് പ്രത്യേകിച്ചൊന്നും തരണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ രാധികാമ്മയുടെ ദുഷ്ടതരങ്ങളിൽ പെട്ടാണല്ലോ അമ്മയെ ഇങ്ങനെ കണ്ണേട്ടൻ അകറ്റി നിർത്തിയിരുന്നത്. ഇനി നിങ്ങൾ അമ്മയും മകനും തമ്മിൽ ഒന്നിച്ച് കഴിയുന്നത് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ നമ്മുടെ ഗീതു പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു നമ്മുടെ ഗോവിന്ദനെയും കൂട്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ വിജയലക്ഷ്മി ഒരു വഴിക്ക് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു നൈസിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം ഗീതു വിജയലക്ഷ്മിയെ ഗോവിന്ദിൻ്റെ കാറിലേക്ക് കയറ്റി വിടുകയാണ്. എന്നിട്ട് നൈസിന് നമ്മുടെ ഗീതു അജാസിൻ്റെ വണ്ടിയിൽ കയറി പോവുകയാണ്. അങ്ങനെ അമ്മയും മകനും കൂടി ഇങ്ങനെ പോകുന്ന വഴിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ നമ്മുടെ വിജയലക്ഷ്മി ഗോവിന്ദിനോട് പറയുകയാണ്, മോനെ കണ്ണ, ഞാൻ ഒരിക്കൽ പോലും മാധവേട്ടനെയോ നിന്നെയോ വഞ്ചിച്ചിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ ചതിക്കുക ചെയ്തത്. ഇനി ആ കഥകളൊക്കെ നീ അറിയണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മിയും ഗോവിന്ദും കൂടി വിജയനമായ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ചിട്ട് അമ്മയും മകനും തമ്മിൽ മനസ്സ് തുറക്കുന്ന ആ ഒരു സുന്ദരമായ മുഹൂർത്തമാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളാണ്. അത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഗീതാഗോവിന്ദം സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് പ്രൊമോ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.